കോൺഗ്രസിനുള്ളിൽ 4-5 ഗ്രൂപ്പ്. വാലായിട്ട് വന്നവരൊക്കെ ഇപ്പോൾ ഗ്രൂപ്പ് നേതാക്കന്മാരായെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പുനഃസംഘടനയിൽ ഷാഫി പറമ്പിൽ നേട്ടമുണ്ടാക്കും. വി.ഡി. സതീഷിനെ ഹൈക്കമാൻഡ് പിന്തുണച്ചാൽ സുധാകര വിഭാഗം രംഗത്ത് വരും. കനകോലുവിന്റെ റിപ്പോർട്ട് പഠിച്ച് തന്ത്രപരമായ നീക്കത്തിന് ഹൈക്കമാൻഡ്. കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ 4-5 ഗ്രൂപ്പുകളുണ്ടെന്നും ഓരോ ഗ്രൂപ്പിലും ഇന്ന് കാണുന്ന നേതാക്കളെയല്ല നാളെ കാണുന്നതെന്നും മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കഷ്ടപ്പാടും പ്രയാസവും ഒന്നും അനുഭവിച്ചല്ല ഇവരൊക്കെ വന്നത്. തണലായിട്ടും നിഴലായിട്ടും വാലായിട്ടും ഒക്കെ വന്നവരാണ് ഇവരിൽ പലരും. അതിന്റെ പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസ് നേരിടുന്നുണ്ടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കോൺഗ്രസിന്റെ പാർട്ടി സംവിധാനം താഴെത്തട്ടിൽ അതീവ ദുർബലമാണ് എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം മാധ്യമങ്ങളിൽ പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ അണികളിൽ നിരാശയുണ്ടാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനായിരുന്നു താൻ ശ്രമിച്ചത് എന്നും അതായിരുന്നു തന്റെ ദൗർബല്യമെന്നും അദ്ദേഹം പറഞ്ഞു. പുനഃസംഘടന ഗുണപരമായ മാറ്റമാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൽ അസാധാരണ ഐക്യം വേണം. ഈ സുവർണാവസരം പാഴാക്കാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM ഏകശിലാ വിഗ്രഹം പോലെ മുന്നോട്ടു പോവുകയാണെന്നും സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടെ അവർക്കിടയിലെ അസ്വാരസ്യങ്ങളും അവസാനിക്കുമെന്നും കോൺഗ്രസുകാർ തമ്മിൽ തല്ലുന്നുവെന്ന സന്ദേശം നല്ലതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്ന ആശങ്ക ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാകും. പുനഃസംഘടനാ ശുപാർശ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകും. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് V.D. സതീഷിനും ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് പുനഃസംഘടന വേഗത്തിലാക്കുന്നത്. അതേസമയം നിയമസഭയിലെ വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് V.D. സതീഷിനും രമേശ് ചെന്നിത്തലയും ചേർന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഇതോടെ തനിക്ക് മറ്റു നേതാക്കളുമായി പ്രശ്നങ്ങളില്ലെന്ന് ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചു. പുനഃസംഘടന വന്നാൽ KPCC പ്രസിഡന്റിനെ മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെയും മാറ്റാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതോടെയാണ് V.D. സതീശൻ ഹൈക്കമാൻഡിനെ തൃപ്തിപ്പെടുത്താൻ ചെന്നിത്തലയ്ക്കൊപ്പം മാധ്യമങ്ങളെ കണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മോശമായാൽ V.D. സതീശിനെ പ്രതിപക്ഷ സ്ഥാനം നഷ്ടമായേക്കും. കോൺഗ്രസിനായി തന്ത്രങ്ങൾ ഒരുക്കുന്ന സുനിൽ കനകോലു നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരക്കാരനെ കണ്ടെത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, പ്രചരണ സമിതി കൺവീനർ തുടങ്ങിയ താക്കോൽ സ്ഥാനങ്ങളിൽ മാറ്റം അനിവാര്യമാണെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. 4 പ്രധാന സ്ഥാനങ്ങളിൽ 1 വീതം ക്രൈസ്തവ മുസ്ലിം നേതാക്കൾക്ക് നൽകിയേക്കും. ഇതിനൊപ്പം നായർ ഈഴവ സമുദായങ്ങളെ പിണക്കാതെയും മറ്റ് 2 പദവികൾ വീതം വെക്കണമെന്നാണ് ആവശ്യം. മാത്യു കുഴൽനാടൻ, റോജി ജോൺ, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, സണ്ണി ജോസഫ് എന്നിവർ KPCC അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിടുന്നുണ്ട്. AK ആന്റണിയുടെ പിന്തുണയോടെ കൊടിക്കുന്നിൽ സുരേഷും അധ്യക്ഷ സ്ഥാനത്തേക്ക് കരുക്കൾ നീക്കുന്നു. K. മുരളീധരനും അടൂർ പ്രകാശും മറ്റു പദവികൾ ലക്ഷ്യമിടുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും MM ഹസനും ഗ്രൂപ്പിസത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുകയാണ്. പാലക്കാട് രാഹുൽ മങ്കുടത്തിലിന്റെ വിജയത്തോടെ പാർട്ടിയിൽ കരുത്തനായി മാറിയ ഷാഫി പറമ്പിലിനെ പുനഃസംഘടനയിൽ കാര്യമായ പരിഗണന ലഭിച്ചേക്കുമെന്നാണ് സൂചന. ഇതോടെ കോൺഗ്രസ് പുനഃസംഘടനയിലേക്കായി രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ. 63 നിയമസഭാ സീറ്റ് പദ്ധതിയുമായി രാഷ്ട്രീയകാര്യ സമിതിയിൽ രംഗത്ത് വന്ന V.D. സതീഷിനെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പുനഃസംഘടനയിൽ നഷ്ടമായിട്ടില്ലെങ്കിൽ സുധാകരൻ വിഭാഗം അതിനെതിരെ പ്രതിഷേധവുമായി വന്നേക്കാം. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാ വിഭാഗത്തെയും അനുനയിപ്പിച്ച് ഒരുമിച്ച് നിർത്താനാകും ഹൈക്കമാൻഡ് ശ്രമിക്കുക.